അങ്ങനെ തീപാറും മണ്ഡലത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതായത് കേരളത്തിന്റെ മത്സരച്ചൂട് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദിവ്യ, നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിംഗിലേക്ക് കടക്കാൻ ഇനി കൃത്യ 2 ആഴ്ച മാത്രമേ ഉള്ളൂ. മുന്നണികളുടെ മുന്നിൽ, സ്ഥാനാർത്ഥികളുടെ മുന്നിൽ വോട്ട് തേടാൻ. അപ്പോൾ ആ 2 ആഴ്ച കുറഞ്ഞ സമയമാണ് അവരെ സംബന്ധിച്ച. വോട്ടർമാരെ കാണണം, മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിക്കണം, അവിടെയൊക്കെ ചെന്ന് എത്രത്തോളം വികസനം എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയേണ്ടതുണ്ട്. മറ്റു പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങളൊക്കെ പറയണം. അപ്പോൾ നമ്മളും അവരുടെ കൂടെ അങ്ങ് ഇറങ്ങുകയാണ്. ഈ 140 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും തീപാറും എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ചില മണ്ഡലങ്ങൾ അത് എണ്ണം കൂടുന്നുണ്ട് ഇത്തവണ എന്നുള്ളത് പ്രത്യേകം നോക്കുക. അവിടെ തീപാറുന്ന പോരാട്ടം തന്നെ. അങ്ങനെ ഒരു മണ്ഡലത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇന്ന് നമ്മുടെ ഈ തീപാറ മണ്ഡലങ്ങളിലൂടെ എന്ന പരിപാടി തുടങ്ങുന്നത് തന്നെ കോഴിക്കോട്ടെ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. ബേപ്പൂർ സുൽത്താന്റെ നാട്ടിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. കേരളത്തിന്റെ സുൽത്താൻ ഇനി ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടിയാണ് നമ്മുടെ യാത്ര. ഉണ്ടല്ലോ, ബേപ്പൂരിലും തീപാറും പോരാട്ടമാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രികോണ മത്സരം നടക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. പക്ഷെ ഇവിടെ 2 മുന്നണികൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടം. LDF സ്ഥാനാർത്ഥിയായി മിനിസ്റ്റർ പി മുഹമ്മദ് റിയാസ, ഇപ്പുറത്തെ UDF സ്ഥാനാർത്ഥിയായി PV അൻവറാണ്. നിലമ്പൂർ സുൽത്താനായിരുന്ന PV അൻവർ ഇവിടെ ഇത്തവണ ബേപ്പൂർ സുൽത്താനായി എത്താൻ വരുന്നു എന്നുള്ളതാണ്. 2 മാസം മുൻപേ തന്നെ അൻവർ കളനിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ വികസന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് മിനിസ്റ്റർ റിയാസ് വോട്ട് തേടുന്നത്, ജനങ്ങളെ കാണുന്നത്. നമുക്ക് ആദ്യം ചോദിക്കേണ്ടത് റിയാസിനോട് തന്നെയാണ്. റിയാസ് തന്നെയാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. നല്ല പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഷർട്ട് നേരത്തെ ഉള്ളതാ. മിനിസ്റ്റർ, കുറഞ്ഞ സമയമുള്ളൂ, 2 ആഴ്ച കൂടി ഇനിയുള്ളൂ. അതൊരു ടെൻഷൻ ഉണ്ടോ? ഒരുപാട് സമയമില്ല എന്നുള്ളത്. ടെൻഷനില്ല. നമ്മള് വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണിയത് 2021 മെയ് 3-നാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് 2026 മാർച്ച് 15-നാണ്. ഇതിനിടയിലുള്ള ദിവസങ്ങൾ 1778ആണ്. 1778 ദിവസം ഈ മണ്ഡലത്തിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായി ഒട്ടേറെ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒട്ടേറെ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ മാർച്ച് 15-ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ എത്രത്തോളം ആഴമേറിയതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അവരോരോരുത്തരും സ്വയം സ്ഥാനാർത്ഥിയെപ്പോലെ സ്ഥാനാർത്ഥിയായി അവരുടെ എല്ലാ ബന്ധങ്ങളും, കുടുംബ ബന്ധം, സുഹൃത്തു ബന്ധം, ഇതൊക്കെ എനിക്ക് ഉള്ള വോട്ടാക്കി മാറ്റാൻ ഇടപെടുകയാണ്. സാധാരണ ബേപ്പൂർ മണ്ഡലത്തിൽ തീപാറും പോരാട്ടമെന്ന് ആരും പറയാറില്ല. പക്ഷെ ഇത്തവണ ഞങ്ങളെ ഇൻട്രോ ഒരുപക്ഷെ മന്ത്രി ശ്രദ്ധിച്ചു കാണും. തീ പാറും എന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ തീ പാറുന്നുണ്ടോ അതോ ഏകപക്ഷീയ വിജയമായിരിക്കുമോ? ഞാനങ്ങനെ പൊതുവെ പറയുന്നില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെതായ നിലയിൽ പറയാറുണ്ട്. ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് LDF ഇവിടെ വിജയിക്കുമെന്ന് നിങ്ങളാരും പറഞ്ഞിട്ടില്ല. നിങ്ങളാരും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, വോട്ട് എടുപ്പ് കഴിഞ്ഞ് നമ്മുടെ ഒരു സർവേ ഉണ്ടല്ലോ, എക്സിറ്റ് പോൾ എന്തോ സർവേ, അതിൽ ഇവിടെ LDF പരാജയപ്പെടുമെന്നാണ് ചില ചാനലുകൾ പറഞ്ഞത്. പക്ഷേ 28,000 വോട്ട് ഭൂരിപക്ഷം കിട്ടി. സർവകാല റെക്കോർഡ് ഭൂരിപക്ഷം 28,000 കിട്ടി. 82,000 വോട്ട് പിടിച്ചു. 2016 നിന്ന് 2021 കേരളം LDFന് 1.5% വോട്ട് ഷെയർ അധികം കൊടുത്തു, 9 സീറ്റും കൊടുത്തു. 1.5% കേരളം LDFന് അധികം കൊടുത്തപ്പോൾ 2016 നിന്ന് 2021 ബേപ്പൂര് കൊടുത്ത 5% അധികം. 44 ചില്ലറ ശതമാനമുള്ളത് 49 ചില്ലറ ശതമാനമായി മാറി. അപ്പോൾ ഒരു എക്സ്ട്രാ ഇവിടെ ലഭ്യമാകുന്ന സ്ഥിതി വന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ പഠിച്ചത് ഇവിടെയാണ്, ഫാറൂഖ് കോളേജിലാണ്. അതെ, അറിയാം. അപ്പൊ അതായത് റിയാസ് ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു. അതെ, 5 വർഷം അവിടെയാണ് പഠിച്ചത്. നിങ്ങൾ ഈ മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ ഫാറൂഖ് കോളേജിൽ പഠിച്ച വലിയൊരു ശതമാനം ആളുകളുണ്ട്. അത് നിങ്ങൾ കാണുന്നതിന്റെ അപ്പുറത്താണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവരിൽ പലരും സഹായിച്ചു. ഒട്ടേറെ കുടുംബ ബന്ധങ്ങളുണ്ട്. ഇതൊക്കെ വലിയ നിലയിൽ സഹായം ലഭിക്കുന്നതിന് കാരണമായി. അതിനപ്പുറത്തേക്ക്, അതിന് മുകളിലേക്ക് രാഷ്ട്രീയം, ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം ഏത് പ്രതിസന്ധിയിൽ നിന്ന മണ്ഡലമാണ് ബേപ്പൂര്. അപ്പോൾ ഇതൊക്കെ കൂടിയതിൻ്റെ ഒരു വലിയ വിജയം അവിടെ ഉണ്ടായി. പിന്നെ 2016-21 വികസന പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ LDF സർക്കാരിന്റെ കാലത്ത് നടന്ന മണ്ഡലമാണ് ബേപ്പൂര് മണ്ഡലം. ഇതൊക്കെ കൂടി നമുക്ക് അനുകൂലമായി മാറി. ഒറ്റ കാര്യം, നേതൃത്വത്തിൽ വലിയ വികസനം ഇവിടെ നടന്നു. അപ്പൊ ഇതൊക്കെ അനുകൂലമായി